ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ ന്യൂസ് കണ്ടു. ഡൽഹിയിൽ ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് ഒരു വനിതാ ചീഫ് മിനിസ്റ്റർ വരുന്നു. അവരുടെ പേര് രേഖ ഗുപ്തയാണെന്ന് പറഞ്ഞു കേട്ടു. ഇനിയിപ്പോൾ രേഖ ഗുപ്ത ഈ ഷീഷ് മഹലിൽ പോയി താമസിക്കുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ഇതുവരെ ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ ഷീഷ് മഹൽ കാണിച്ചിരുന്നു, അയാൾ അവിടെ താമസിച്ച്. ഇനി അടുത്ത് ഇവർ അവിടെ താമസിക്കുമെന്നുള്ള കാര്യം വി ഡോണ്ട് നോ. പക്ഷേ ഇതൊരു നരേന്ദ്രമോദിയുടെ നാരി ശക്തി എന്ന് പറഞ്ഞിട്ട് കുറേ നാരികളെ നമ്മൾ ഇവിടെ ഇപ്പം പ്രൊമോട്ട് ചെയ്തിരുന്നു. അത് നിങ്ങൾക്കറിയാലോ. കുറേ സ്റ്റാർട്ടിങ് ഫ്രം നമ്മളെ പഴയ മിനിസ്റ്റേഴ്സ്, വനിതാ മിനിസ്റ്റേഴ്സിനെ BJP എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ലെറ്റ് us see how this Rekha Gupta is going to perform in Delhi, what she is going to do for the people in Delhi. സോ അതൊരു വേറൊരു കാര്യം ഞാനിപ്പോൾ കാണുന്നൊരു നല്ലൊരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ സ്റ്റാർ ലോഗ് എൻ്റർപ്രൈസസ് എന്നൊരു കമ്പനി. ഈ സ്റ്റാർ ലോഗ് എൻ്റർപ്രൈസസ് എന്ന് വെച്ചാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനി സ്പെഷ്യലൈസ് ചെയ്യുന്ന പോർട്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ചാർട്ടേഡ് ഹയർ, ഓപ്പറേഷൻ ഓഫ് ഹെവി ഡ്യൂട്ടി ക്രെയിൻസ്, എൻജിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഈ കമ്പനീൻ്റെ CMP 57 രൂപയുള്ളൂ. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 69 കോടി മാത്രമുള്ള ഒരു കമ്പനിയാണ്. സ്റ്റോക്ക് PE എടുക്കാൻ വെച്ചാൽ 16 times ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ ഓൺലി 1.1. കറണ്ട് അസറ്റ് നോക്കിച്ചാൽ 54 കോടിയുണ്ട്. കറണ്ട് ലയബിലിറ്റീസ് 30 കോടിൻ്റെ അടുത്തുള്ളത്. സോ മാർക്കറ്റ് ക്യാപ് ടു സെയിൽ ഈസ് ഓൾമോസ്റ്റ് 4.84 ആണ് കാണിക്കുന്നത്. സോ ഈ എൻ്റെ കഴിഞ്ഞ തവണത്തെ EBIT ലാസ്റ്റ് ഇയർ കാണിച്ച 2.31 crores ആണ് കാണിച്ചിട്ടുള്ളത്. സോ ഈ സ്റ്റോക്ക് പെർഫോം ചെയ്ത് കാണുന്നുണ്ട്. ഐ തിങ്ക് ഫോർ യു ഒരു ലോങ് ടേം ഒരു ചെറിയൊരു പ്രൈസിന് സ്റ്റോക്ക് 57 രൂപയെന്ന് വെച്ചാൽ നിങ്ങളൊരു ചായ കുടിക്കുന്ന പൈസ ആവുന്നുള്ളൂ. സോ 57 രൂപയ്ക്ക് ഒരു കമ്പനി വാങ്ങാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെ. പിന്നെ വേറൊരു സ്റ്റോക്ക് ഞാൻ കാണുന്ന റെയ്മണ്ടാണ്. റെയ്മണ്ട് പിന്നെ കുറച്ചും കൂടി എൻ്റെ വാല്യൂഷൻ വളരെ ചീപ്പായിട്ട് എനിക്ക്. സോ റെയ്മണ്ട് ഷുഡ് ഡു വെൽ. ഒരു 1300 രൂപ ചെയ്യുന്നത്. ഇഫ് യു ഗെറ്റ് സംവെയർ അറൗണ്ട് കുറച്ച് പ്രൈസ് കുറഞ്ഞ് കിട്ടിക്കുന്ന റെയ്മണ്ട് എന്നുള്ളൊരു സ്റ്റോക്കായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ വേറെ സ്റ്റോക്കാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് ICICI ബാങ്കാണ്. ICICI ബാങ്ക് 1250 ബ്രേക്ക് ചെയ്യുന്നില്ല. പക്ഷേ 1250 ICICI ബ്രേക്ക് ആണെങ്കിൽ സ്ട്രൈറ്റ് ഇറ്റ് വിൽ കം ഡൗൺ ടു 1233 വരും. സോ ICICI ബാങ്ക് ഇന്ന് ഞാൻ കാണുന്നത് ഒരു സെല്ലായിട്ടാണ് കാണുന്നത്. എനിവേ ദിസ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ, എൻ്റെ വ്യൂ ആണ് പറഞ്ഞത്. So ICICI Bank is a sell. Maybe one or 2 days it will come down. ICICI Bank 1230 അടുത്ത് വരണം. Thank you very much for viewing my channel. Please do subscribe my channel. I have only one humble request to you.